അബ്ദുൾ അസീസ് നാഷണൽ ലീഗിന്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഈ കുട്ടിയെയും അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയെന്നാണ്. എങ്കിൽ താങ്കളുടെ നേതൃത്വത്തിൽ കേസ് കൊടുത്ത് പ്രതിയാക്കണം. കാരണം അങ്ങനെ ആ കുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹൈബി ഈഡനൊക്കെ ഇടപെട്ടതെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ താങ്കളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പരാതി കൊടുത്ത് നടപടിയെടുക്കണം. എങ്കിൽ ഹൈബി ഈഡന് ഈ രാജ്യത്തെ MP ആയിട്ടിരിക്കാൻ യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വെറുതെ രാഷ്ട്രീയം പറഞ്ഞു പോകില്ലേ? ഇവിടെ എന്താ രാഷ്ട്രീയ താല്പര്യം? പരാതി കൊടുത്തു എന്നാ പറയുന്നത് അസീസ്. അല്ല, അതിൽ നടപടിയെടുക്കണം. അല്ല, പരാതി അങ്ങനെ കൊടുത്തിട്ട് മാത്രമല്ലല്ലോ, നമ്മൾ തിടുക്കത്തിൽ നടപടിയെടുക്കണം. ഇതങ്ങനെ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിട്ട് അതങ്ങനെ വരട്ടെ പോകട്ടെ കാണട്ടെ എന്നതിൽ പറയാം. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ തിടുക്കപ്പെടില്ലേ? വരട്ടെ പോകട്ടെ കാണട്ടെ എന്നുള്ള അമാന്തം പാടില്ല. കൃത്യമായ നടപടി, വേഗത്തിലുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കൃത്യമായ ബോധ്യത്തോടെ പറയുന്നത്. ഇനി രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നുള്ള താങ്കളുടെ നിരീക്ഷണം കറക്റ്റാ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ താല്പര്യം? ആ കുട്ടിയുടെ താല്പര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിൽ പറഞ്ഞു. ആ സ്കൂളും കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് PTA പ്രസിഡന്റ് മാനേജ്മെന്റിന്റെ ഭാഗമല്ല എന്നാണ് എന്റെ അറിവ്. PTA പ്രസിഡന്റ് മാനേജ്മെന്റിന്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ PTA പ്രസിഡന്റിനോട് അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ PTA പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയ രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാസക്കാരനായിട്ടുള്ള PTA പ്രസിഡന്റാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതി. PTA പ്രസിഡന്റ് വിളിക്കുമ്പോൾ തന്നെ ഓടി വന്ന് പ്രത്യേക ഇടപെടൽ നടത്താൻ വേണ്ടി മാത്രം കേരളത്തിൽ കണ്ണു നട്ട് കാത്തിരിക്കുന്ന ഷോൺ ജോർജിനെ പോലുള്ള വർഗീയവാദികൾക്ക് ഇടം നൽകിയത് ഈ PTA പ്രസിഡന്റിനെ പോലുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള PTA പ്രസിഡന്റിനെ വെച്ചിട്ട് ആ സ്കൂൾ മുന്നോട്ട് പോകണമോ എന്നത് തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റിന്റെ വിവേചന അധികാരമാണ്. ഏത് വസ്ത്രം കുട്ടികൾ ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെ ഈ വർഗീയവാദികളായിട്ടുള്ള PTA പ്രസിഡന്റുമാരെ, കക്ഷി രാഷ്ട്രീയ താല്പര്യം വെച്ച് പുലർത്തുന്ന PTA പ്രസിഡന്റുമാരെ, അത് മാത്രം പറഞ്ഞ് അഭിമാനിക്കുന്ന PTA പ്രസിഡന്റുമാരെ വെച്ച് സ്കൂൾ നടത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റിന്റെ വിവേചന അധികാരത്തിൽ പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കക്ഷി ആരാണ്? ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ അവിടെ ഓടി വന്ന് അതിക്രമിച്ച് കയറി ബഹളം വെച്ച് KG കുട്ടികളുടെ ക്ലാസ് സെക്ഷന്റെ അടുത്ത് ബഹളം വെച്ച SDPIക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഒരു പങ്ക് പറ്റാൻ തന്നെയാണ് വന്നത്. ഇത് ബഹളമുണ്ടാക്കി, അലമ്പുണ്ടാക്കി ഇതിന്റെ ഒരു പക്കും പറ്റാൻ തന്നെയാണ് വന്നത്. കാസയും ക്രിസംഗിയും BJPയും RSSും എന്ത് ചെയ്യുന്നോ അതിന്റെ അപ്പുറത്തൊരു വേഷം ചെയ്തുകൊണ്ട് മറ്റൊരു പക്ഷം പിടിച്ച് പങ്ക് പറ്റാൻ നോക്കാതെ ഇതിൽ രണ്ട് കൂട്ടരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്ത് ആരുടെ നിലനിൽപ്പിന്റെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ആർജവമാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ല. മൂന്നാമത്തെ കൂട്ടരാണ് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയിലെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഞാൻ ഒന്ന് രണ്ട് ഈ രണ്ടു കൂട്ടരെയും കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കളായ ഹൈബി ഈഡൻ MPക്കും ഷിയാസിനും ഉണ്ടായിരുന്നോ? ജിൻഡോ, ഹൈബി ഈഡനും ഷിയാസും ഈ സ്കൂൾ അധികൃതരോട് സംസാരിച്ചോ? അജിംസ, ഞാൻ പറയട്ടെ. ഞാൻ അവര് എന്നെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞിട്ട് അജിംസന്റെ ചോദ്യത്തിന് വരാം. ഞാൻ വരും, ആ ചോദ്യത്തിന് മറുപടി പറയും. സൂംബ വിവാദവും സ്കൂൾ സമയമാറ്റ പ്രശ്നവും ഭിന്നശേഷി അധ്യാപകരുടെ പ്രശ്നം ഉണ്ടായപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു? ഈ സർക്കാർ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ നടത്തിപ്പിൽ മത സാമുദായിക സംഘടനകൾക്ക് തുല്യ പങ്കാളിത്തമുണ്ട്. ആ സാമുദായിക സംഘടനാ നേതാക്കന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന നിലപാടുകൾ എടുത്ത് വെല്ലുവിളിക്കല്ലേ? വെല്ലുവിളി തുടരുന്നു. 1-2 ആഴ്ച വെല്ലുവിളി നടത്തിയിട്ട് സകല സംഘപരിവാറുകൾക്കും സംഘാക്കൾക്കും തൃപ്തി കൊടുത്തതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മത മേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കന്മാരുമായിട്ട് സന്ധി ചെയ്യുന്നു. അപ്പോൾ ഈ മത മേലധ്യക്ഷന്മാർ തന്നെ പറയുന്നു സർക്കാർ ഞങ്ങളുടെ ഭാഗം കേട്ടുവെന്ന്. ഒരേ സമയം സംഘാക്കളെയും ഒരേ സമയം സംഘപരിവാറിനെയും അപ്പുറത്തെ പക്ഷത്ത് മത സാമുദായിക നേതാക്കന്മാരെയും തൃപ്തിപ്പെടുത്തുന്ന നിലപാട് ഈ വിദ്യാഭ്യാസ മന്ത്രി തുടരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതിന്റെ ഭാഗമാണ് 24 മണിക്കൂറിനിടയിൽ 3 പ്രാവശ്യം വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റി. ആദ്യം സ്കൂളിന് അത്തരത്തിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ കുട്ടിക്ക് അനുകൂലമായിട്ട് പറയുന്നു, പിന്നെ അവിടെ പ്രശ്നം പരിഹരിച്ചെങ്കിൽ മറ്റൊരു തർക്കമില്ലെന്ന് പറയുന്നു, പിറ്റേ ദിവസം വീണ്ടും മറ്റൊരു നിലപാട് പറയുന്നു. ആദ്യം ഇതിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തിന് വേണ്ടി നടപടി പറയാൻ ഇവിടെ ഇതെല്ലാം അലമ്പാക്കിയതിൽ ഈ 3 കക്ഷികളും പങ്കാളികളാണ്. ഇനി നാലാമത്തത് ഹൈബി ഈഡൻ വിദേശത്തായിരുന്നു. ഇവിടെ കാസയുടെ തീവ്രവാദിയായിട്ടുള്ള PTA പ്രസിഡന്റ് പറയുന്നത് ഹൈബി ഈഡൻ എന്താ ഓടി വരാത്തതെന്ന്. നാട്ടിലെ വർഗീയവാദികൾ എപ്പോ ഇവിടെ തീയിടുന്നു വിചാരിച്ച് നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ ഇവിടെ എപ്പോഴും നോക്കി നിൽക്കാൻ പറ്റുമോ? അദ്ദേഹം വിദേശത്ത് പോയി, അദ്ദേഹം വന്ന പാടെ ആദ്യം ചെന്നത് ഈ സ്കൂളിലേക്കാണ്, ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്കാണ്. അവരുമായിട്ട് സംസാരിച്ചു, പ്രശ്നം മനസ്സിലാക്കി. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കോൺഗ്രസിന്റെ MP ഈ കുടുംബത്തിനോ കുട്ടിക്കോ ആ പാരന്റിനോ എതിരായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സ്കൂളിൽ പോയി മാനേജ്മെന്റിന്റെ പ്രതിനിധികളെ കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ അവൻ കാത്തിരുന്നു.
അവിടുത്തെ പ്രിൻസിപ്പൽ DEOയും AEOയുമായി ബന്ധപ്പെട്ട മീറ്റിംഗിലായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ബാക്കി അവിടെയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കണ്ട് സംസാരിച്ചു, ഇടപെട്ടതിന് ശേഷം നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആ കുട്ടിക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇവിടെ അബ്ദുൾ അസീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫാദർ അജി പുതിയ മഠത്തിനോട്. എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയട്ടെ അജിംസെ, എന്താണെന്നറിയോ, കത്തോലിക്ക പുരോഹിതർക്കും അതുപോലെ കന്യാസ്ത്രീമാർക്കും സഭാവസ്ത്രം ഇല്ലാതെയും അവർ പൊതുവേദിയിൽ പൊതുസ്ഥലങ്ങളിൽ ഇടപെടാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. പുരോഹിതർ അവർ ലോഹ ധരിക്കാതെയും യാത്ര ചെയ്യാറുണ്ട്. ഞാൻ കണ്ട് കത്തോലിക്ക പുരോഹിതർ ഹൈബി ഈഡൻ, ഒരു നിമിഷം, മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഹൈബി ഈഡൻ MP കാണാനെത്തിയിട്ട് സെന്റ് റീത്ത സ്കൂളിന്റെ അധികൃതർ അദ്ദേഹത്തെ കാണുന്നില്ല, അവർ തിരക്കാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസയോഗ്യമല്ല. ജിൻഡോ, കേട്ടില്ല. ഹൈബീഡൻ ആയതുകൊണ്ടാണ്. ഹൈബീഡൻ MP തനിക്കൊന്ന് കാണണം എന്ന് സെന്റ് റീത്ത സ്കൂളിന്റെ അധികൃതരോട് പറഞ്ഞിട്ട് അവർ തിരക്കാണ്, DD ഓഫീസിലാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വാസയോഗ്യമല്ല. അദ്ദേഹത്തിന് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അല്ല. അജിംസെ ഇതിൽ വിശ്വാസയോഗ്യമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്ന, സ്കൂളിന്റെ കരിക്കുലത്തിന് പുറത്ത് ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്ന സാരേ ജഹാംസെ അച്ഛ പോലെയുള്ള ഇന്ത്യയെ കുറിച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന ആ കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രവും അതും മതാചാര പ്രകാരമുള്ളതാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഒരു കുട്ടി ഒരു ഹിജാബ് ധരിക്കുമ്പോൾ, തലമുണ്ട് ധരിക്കുമ്പോൾ അത് മറ്റു കുട്ടികൾക്ക് ഭയം ജനിപ്പിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ ചിലപ്പോൾ ഹൈബീഡനെ പോലുള്ള ആളുകളെ കാണാതിരുന്നിട്ടുണ്ടാകുന്നു. നമ്മൾ ഇതെല്ലാം അവിശ്വസിക്കില്ല അജിംസെ. ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന് പുറത്ത് മംഗലാപുരം തൊട്ട് അങ്ങോട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപോലെ പോരാടുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ് ഇവര്, ക്രൈസ്തവരും മുസ്ലിങ്ങളും. അല്ലെ, വസ്ത്രം നമ്മുടെ ഒരു സമര മാർഗമാകുക ഇന്ത്യയിൽ, അത് തിരിച്ചറിയാത്ത മനുഷ്യർ ഒരു കുട്ടി ഒരു ഹിജാബ് ധരിക്കുമ്പോൾ പൊതുവായിട്ടുള്ള യൂണിഫോം കോഡിന് വിരുദ്ധമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ഇടം കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ആ പുറത്തേക്ക് TC വാങ്ങിപ്പോയ കുട്ടി ജയിച്ചു നിൽക്കുന്ന കുട്ടിയാ. പരാജയപ്പെട്ടതേ ആ ക്രിസ്തുവിന്റെ വിളിമ്പിൽ തൊട്ട്, വസ്ത്ര വിളിമ്പിൽ തൊട്ട് മറ്റേ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ട് രോഗം ശുദ്ധമാക്കപ്പെട്ട രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ ഉപമ മനസ്സിലാക്കാത്ത, അത്ഭുതത്തെ കുറിച്ച് മനസ്സിലാക്കാത്ത ഇത്തരം സിസ്റ്റേഴ്സുമാരെ കണ്ണ് തെളിയിക്കാൻ, തിരുത്തൽ വരുത്താനായിട്ടുള്ള സാഹചര്യമായിട്ട് ഇത് മാറണം. ഇനി അജിംസോട് ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഒരുപാട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഹിജാബും മറ്റു തരത്തിലുള്ള അവരുടെ വസ്ത്രങ്ങളും ധരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അനുവാദമുള്ള സ്ഥലങ്ങളുണ്ട്. ഇല്ലാത്ത ഇടങ്ങളുമുണ്ട്. ഇവിടെ ഒരു കാര്യം കോൺഗ്രസിന് പറയാനുള്ളത്, രാജ്യത്തെ നിയമങ്ങളെ മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ടല്ല നീതി ഉറപ്പാക്കപ്പെടേണ്ടത്. നീതി എന്നുള്ളത് മാനവിക ബോധത്തിൽ നിന്നാണ്, മറ്റുള്ളവരെ ഉൾച്ചേർക്കുന്നതിൽ നിന്നാണ്. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് ആ വിഷയത്തിൽ ഇടപെട്ടത് എന്താണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് രീതി തന്നെയാണ്. ആ കുട്ടിക്ക് അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവാദികൾ തമ്മിൽ തല്ലുമ്പോൾ ഒരു കുട്ടിയുടെ ഭാവിയിൽ ഇരുട്ടടയാൻ പാടില്ല എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ്. അതല്ലേ ചെയ്യേണ്ടത് നമ്മൾ.